എന്തു പറയാനല്ലേ, കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്. ഒന്നാമത്തെ കാര്യം മഴ, വെള്ളം, എല്ലായിടും വെള്ളത്തിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ ടി വി കൂടെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കേരളം ഒട്ടാകെ വെള്ളപ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്ന് വെള്ളം ഒലിക്കുന്നു, ആ രീതിയിലാണ്. പെയ്യുമ്പം തിമിർത്തങ്ങ് പെയ്യുകയാണ്. ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പം വെള്ളം കാണത്തില്ല, നേരം വെളുക്കുമ്പോൾ മുറ്റത്ത് മൊത്തം വെള്ളമായിരിക്കും. ആ രീതിയിലുള്ള പെയ്ത്താണ്. മണിക്കൂറിൽ അങ്ങ് തിമിർത്ത് പെയ്യും. ഒരു മാസത്തെ മഴയൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പെയ്ത് തീരുന്ന അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഫ്രഷറായി സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പം മാമ്പരക്കൽ അഹമ്മദ് അലി, പേര് ഗുമ്മ അല്ലേ, ലാലേട്ടൻ്റെ ഖലീഫയുടെ കഥാപാത്രത്തിൻ്റെ പേരാണ്. അമീർ അലി എന്ന പൃഥ്വിരാജിൻ്റെ മുത്തച്ഛനായിട്ടാണ് ഖലീഫ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ലാലേട്ടൻ്റെ ചില പോസ്റ്ററുകളൊക്കെ വന്നായിരുന്നു. പൊളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചയാണ് ഇത് ചിത്രം പറയുന്നത്. അപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സാഗർ ഏലിയാസ് ജാക്കിയൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികൾ എന്നും ഓർക്കുന്നത് സാഗർ ഏലിയാസ് ജാക്കി തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ. ആ രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കാം ഒരുപക്ഷെ പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു. അതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മാമ്പരക്കൽ മുഹമ്മദ് അലി എന്ന മുഖ്യ കഥാപാത്രമായി രണ്ടാം ഭാഗത്തിൽ ലാലേട്ടൻ എത്തുന്നു. വൈശാഖ് തന്നെയാണ് അതിനകത്ത് സംവിധായകൻ. അപ്പം രണ്ട് ഭാഗമായിട്ടാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. ആദ്യ ഭാഗത്തിൽ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് ക്ലൈമാക്സിനോട് എടുപ്പിച്ചായിരിക്കാം ഒരുപക്ഷെ ലാലേട്ടൻ്റെ രംഗപ്രവേശം. രണ്ടാം ഭാഗത്തിൻ്റെ തുടക്കമായിരിക്കും ആദ്യ ഭാഗത്തിൻ്റെ അവസാനം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഓണത്തിന് ലാലേട്ടൻ്റേതായ രണ്ട് ചിത്രങ്ങളുണ്ട്. ഒന്ന് ഈ മാസം 7-ാം തീയതി തുടക്കം എന്ന ചിത്രം റിലീഫാകുന്നു. തുടക്കത്തിലെ മോഹൻലാലിൻ്റെ മകൻ വിസ്മയ മോഹൻലാലാണ് നായികയായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു മികച്ച ചിത്രമാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രമാണ് 20-ാം തീയതി റിലീഫ് ചെയ്യുന്ന ഖലീഫ എന്ന ചിത്രം. പൃഥ്വിരാജ് നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം. അതിനകത്ത് ലാലേട്ടനുണ്ട്. അപ്പം ലാലേട്ടനില്ലാതെ നമുക്കെന്ത് ആഘോഷം അല്ലേ. 20-ാം തീയതി വേറൊരു പ്രത്യേകതയുണ്ട്. ദുൽഖറിൻ്റെ വളരെ നാളിന് ശേഷം മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവും കൂടി ഒരു ചിത്രമുണ്ട്. രണ്ട് ക്ലാഷ് റിലീസ്, പൃഥ്വിരാജും ദുൽഖറും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഓണം കൂടിയാണിത്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ചിത്രം കൂടിയായത്. തുടർച്ചയായുള്ള ചിത്രങ്ങൾ പരാജയപ്പെടുന്നു. ആടുജീവിതത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ചിത്രം ഉണ്ടായിട്ടില്ല. ബിലായിദ് ബുദ്ധയും നോബഡിയൊക്കെ തിയേറ്ററിൽ തികഞ്ഞ പരാജയമാകുന്നു കണ്ടു. പല കാരണങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തിരക്കഥയുടെ അഭാവം തന്നെയാണ് ഈ ചിത്രങ്ങൾ പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ രണ്ട് ചിത്രങ്ങൾക്കും കഴിഞ്ഞില്ല. പൃഥ്വിരാജിൻ്റെ അഭിനയം ഒന്നും വളരെ മോശമായില്ല, പക്ഷേ തിരക്കഥ വളരെ മോശമായിരുന്നു. പിന്നെ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് വൈശാഖിനെ പറ്റി നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പോക്കിരിരാജായും പുലിമുരുകനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മികച്ച ചിത്രങ്ങൾ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് 100% ഉറപ്പാണ്. ആ രീതിയിലുള്ള ഒരു കഥാപാത്രവും പിന്നെ ലാലേട്ടനെ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ഇൻട്രോ സ്ക്രീനുമൊക്കെ പൊളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സൂപ്പർ താരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംവിധായകനാണ് വൈശാഖ്. അദ്ദേഹത്തിൽ നിന്ന് ലാലേട്ടനെ എങ്ങനെ കാണിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഒരുപക്ഷെ രണ്ടാം ഭാഗത്തിൻ്റെ കാത്തിരിപ്പും കൂടി ആകും ഈ ഒന്നാം ഭാഗം എന്ന് പറയുന്നത്. രണ്ടാം ഭാഗത്തിൽ പൃഥ്വിരാജ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പൃഥ്വിരാജിൻ്റെ മുത്തച്ഛനായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞു എന്നുള്ള വാർത്ത വൈശാഖ് തന്നെ പുറത്തു വിടുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞു. ചിത്രം 20-ാം തീയതി തന്നെ റിലീഫാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്, അതുപോലെ 6-ാം തീയതി ഇറങ്ങുന്ന 7-ാം തീയതി ഇറങ്ങുന്ന തുടക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അങ്ങനെ ലാലേട്ടൻ്റെതായ രണ്ട് ചിത്രങ്ങൾ അങ്ങനെ പൊളിക്കാം ഇപ്രാവശ്യം. ഓണമല്ലേ, ദുൽഖറിൻ്റെ ഒരു ചിത്രം, എല്ലാം കൊണ്ടും ഓണം മികച്ച രീതിയിൽ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനിടയിൽ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ. കാത്തിരിക്കാം. പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.